ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. എരിവും പുളിയും ഉപ്പും ഒക്കെ ചേർന്ന് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. നമുക്ക് ഒരു പറ ചോറുണ്ണാൻ ഈ ഒരു ഒറ്റ ചമ്മന്തി മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ദാ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 10 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. തോടെല്ലാം കളഞ്ഞതിന് ശേഷം അത് ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ തീ ഇട്ടതിന് ശേഷം നമുക്കത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. മൂപ്പിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ഒരു 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. 4 വറ്റൽമുളക് ഇട്ടും അതും നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതും നമുക്ക് ഇട്ട് കൊടുത്ത് അതും നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാമേ. വറുത്തെടുത്ത് അതും നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. പിന്നെ എരിവിനനുസരിച്ച് നമുക്ക് മുളകൊക്കെ കൂട്ടിയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ നോർമൽ ആയിട്ടുള്ള ഒരു എരിവാണ് 4 വറ്റൽമുളക് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് അത്യാവശ്യം എരിവൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഒരു 5 6 വറ്റൽമുളക് ആഡ് ചെയ്യുന്നതും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് അപ്പം നമ്മൾ കറിവേപ്പിലയും വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി രണ്ടായിട്ട് കട്ട് ചെയ്ത് നമുക്ക് അതും ഈ എണ്ണയിലിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കേട്ടോ, അതിൻ്റെ തോടൊക്കെ ഒന്ന് ഉരിഞ്ഞു വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ വറുവലെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ച് അതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കിയ വറ്റൽമുളകും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സവാളയും കറിവേപ്പിലയും വറുത്തത് അതും കൂടെ നമുക്ക് ഇതിനോടൊപ്പം ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കൈക്ക് ഈ മുളകൊക്കെ തൽക്കാലം എൻ്റെ കൈക്കൊക്കെ നല്ല അലർജിയാണ് കേട്ടോ. മുളകൊക്കെ കൈ കൊണ്ട് എടുത്താൽ കൈയൊക്കെ നീറിപ്പുകയും. അപ്പോൾ അലർജി ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ചേട്ടനാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ, കണ്ടല്ലോ, ഇതേപോലെ നമുക്ക് അതിൻ്റെ തോടൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാമേ. തോടെല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എണ്ണയിലിട്ട് മൂക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ, ഈ തോടൊക്കെ ഇങ്ങനെ ഇളകി വരും. ആ സമയം നമുക്ക് ഇതെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഇതേപോലെ തോടങ്ങ് എടുത്ത് കളയാം. എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് അതും കൂടെ ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, എരിവും പുളിവും ഉപ്പും ഒക്കെ കൂടെ ചേർന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അത്യാവശ്യം ഇത് എന്നെ പോലെ എന്താണ് കൈയൊക്കെ ഇത്തിരി അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അരച്ച് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കില്ല, അപ്പോൾ അതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും നമുക്ക് ഇതേപോലെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ദാ ഒരു സവാളയുടെ പകുതി ഇതേപോലെ ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു കൈപ്പിടി അളവ് മല്ലിയിലയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ ചെറിയ സവാള പകുതി കട്ട് ചെയ്തത് ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് കടിക്കാനായിട്ട് കിട്ടും കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതെല്ലാം കൂടെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഉരുട്ടിയെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ചമ്മന്തിയാണ്. എരിവുണ്ട്, പുളിയുണ്ട്, ഉപ്പുണ്ട്, എല്ലാം അടങ്ങിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ. നമുക്ക് ഒരു പറ ചോറുണ്ണാൻ സത്യം പറയാലോ ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ. ഇന്നത്തെ തേങ്ങയുടെ വിലയ്ക്ക് നമുക്ക് തേങ്ങയെന്ന് വെച്ച ഒരു ചമ്മന്തി അരയ്ക്കാനേ നിവർത്തിയില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും ഇതേപോലെ ഒരു ചമ്മന്തി നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. പിന്നെ നിങ്ങൾ തേങ്ങ വെച്ച ചമ്മന്തി അരയ്ക്കില്ല, അത് ഉറപ്പാണ് കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പം ഞാൻ ഇവിടെ കുറച്ച് നമ്മളെ ചമ്പാവരി എടുത്ത് അതിലേക്ക് ഈ ചമ്മന്തിയും കൂടെ വെച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണം കേട്ടോ. പിന്നെ മുൻപോട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഞാൻ ചോറുണ്ട്, നിങ്ങൾ പോയി തയ്യാറാക്കി നോക്കൂ. ബൈ ബൈ.